എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കീറ്റോ പാചകമാണ്. അപ്പോൾ നമുക്കിന്നൊരു ദോശ റെഡിയാക്കാം. സാധാരണ അരിയും ഉഴുന്നൊക്കെ ചേർത്തിട്ടാണല്ലോ. എന്നാൽ പ്രമേഹ രോഗികൾക്കും എല്ലാ രോഗികൾക്കും കഴിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു ദോശ റെഡിയാക്കാം. അപ്പോൾ അതിൻ്റെ ചേരുവകൾ ഞാൻ കാണിച്ചു തരാം. ഇത് കഴിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ദോശയ്ക്ക് വേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് ചിക്കൻ്റെ കീമയാണ്. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ചിക്കൻ വാങ്ങിച്ച് വേവിച്ചിട്ട് ചോപ്പ് ചെയ്തെടുക്കണം ചെറുതായിട്ട്. ഇത് വേവിച്ച കീമയാണ്. അതിനോടൊപ്പം തന്നെ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ആപ്പിൾ സിഡർ വിനെഗർ. അത് ദോശയ്ക്ക് പുളി വേണം എന്നുള്ളവർ 1 സ്പൂണ് ഒഴിച്ചാൽ മതിയാവും. ഇനി ഇതിനകത്ത് നമ്മൾ 1 സ്പൂണ് പാല് ചേർക്കും, ഉപ്പ് ആവശ്യത്തിന്. അതുപോലെ ഉപ്പിന്റെ കാര്യത്തിൽ ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കണ്ട. ഈ BP കൂടുമെന്ന് വിചാരിച്ചിട്ട് പലരും ഉപ്പ് ഒഴിവാക്കും. യഥാർത്ഥത്തിൽ ഉപ്പല്ല BP ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ കഴിക്കുന്ന ഉഴുന്നും അരിയും ഒക്കെയാണ് നമ്മുടെ BP യഥാർത്ഥത്തിൽ കൂട്ടുന്ന, മധുരവും ഒക്കെ. അപ്പോൾ അത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ തെളിവ് ഉൾപ്പെടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി മിക്സിയുടെ ജാറിലോട്ട് മാറ്റി ഇത് നമ്മളങ്ങ് മാവാക്കി എടുക്കും. എന്നിട്ട് അതിനുശേഷം ചുടുന്ന കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മാവ് അരച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കല്ല് ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് ഒഴിക്കാം. എല്ലാം കൂടെ ഒരു 15 മിനിറ്റൊക്കെ എടുക്കത്തുള്ളൂ. ഒരു സൈഡ് വെന്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് എടുത്ത് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല സെറ്റ് ദോശയാണ്. ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാം. സാമ്പാറിനകത്ത് കിഴങ്ങിടരുത്. പിന്നെ ഇറച്ചിയോ മീനോ മുട്ടക്കറിയോ എന്തോ വേണമെങ്കിലും ചേർത്തിട്ട് കഴിക്കാം. അങ്ങനെ ഒരെണ്ണം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവരും പറയും പാരമ്പര്യമായിട്ട് ഷുഗറാ, പാരമ്പര്യമായിട്ട് കൊളസ്ട്രോളാന്നൊക്കെ. സത്യത്തിൽ പാരമ്പര്യമായിട്ട് തിന്നുന്ന ദോശയുടെ കാര്യം ആരും പറയത്തില്ല. അങ്ങനെ നമ്മുടെ ദോശയും മീൻകറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചേരുവകൾ ഒന്നുകൂടെ പറഞ്ഞേക്കാം. ചിക്കന് കീമ വാങ്ങിക്കുക, അല്ലെങ്കിൽ ചിക്കൻ വാങ്ങിച്ചിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. അത് നന്നായിട്ട് വേവിക്കുക. 3 മുട്ടയാണ് എടുത്തേക്കുന്നത്. ഇതിപ്പോൾ 3 ദോശയുണ്ട്. പിന്നെ പാല് 1 സ്പൂണ്. പുളി വേണ്ടുന്നവർക്ക് ഒന്നുകിൽ ആപ്പിൾ സിഡർ വിനെഗർ, സിന്തറ്റിക് വിനാഗിരി ഉപയോഗിക്കരുത്, അത് അപകടം. ഇല്ലെന്നുണ്ടെങ്കിൽ നാരങ്ങയുടെ നീര്, പുളി താല്പര്യമുള്ളവർ. അപ്പോൾ അതും ചേർത്ത് കഴിച്ചാൽ നമ്മുടെ പ്രമേഹ രോഗമൊക്കെ മാറ്റാം. 2030 നമുക്ക് കേരളം പ്രമേഹമുക്തമാക്കണം. അപ്പോൾ അതിന് നിങ്ങളൊപ്പം ഉണ്ടാവണം. ഇത് രോഗികൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.